സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഫർ ചെയ്യുന്ന ഒരു സേവിങ്സ് അക്കൗണ്ട് വേരിയൻ്റാണ് SIB യൂത്ത് പ്ലസ്. പേര് പോലെ തന്നെ യങ്സ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സേവിങ്സ് അക്കൗണ്ട് വേരിയൻ്റാണ്. ഏജ് വരുന്നത് 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു അക്കൗണ്ട് വേരിയൻ്റാണ്. പലരും ഈ ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെന്ന് കരുതി ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യാതെ പെനാൽറ്റി ചാർജ് ആയിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിൽ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പെനാൽറ്റി ചാർജ് അടച്ചാൽ മാത്രമേ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സമ്മതിക്കൂ എന്നാണ് നമുക്ക് പലരും മെസ്സേജ് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് അല്ല, ആ ഒരു കാര്യം മനസ്സിലാക്കുക. SIB യൂത്ത് പ്ലസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് യങ്സ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിലും അതിൻ്റെ അകത്തൊരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം. 5000 രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പെനാൽറ്റി ചാർജ് കൊടുക്കണം. അതുകൂടാതെ നമുക്ക് അവർ ഓഫർ ചെയ്യുന്ന പല ഫ്രീ ഫീച്ചേഴ്സും നമുക്ക് കിട്ടുകയില്ല. ഇതൊരു 5000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ഒരു അക്കൗണ്ട് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ ഇത് കൂടാതെ നല്ല അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ സെൽഫി അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് സീറോ ബാലൻസ് അക്കൗണ്ടാണ്. പിന്നെ SBI ഉൾപ്പെടെ ഒട്ടുമിക്ക പൊതുമേഖലാ ബാങ്കുകളിലും മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് പെനാൽറ്റി ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ എഫക്റ്റീവ്ലി നമുക്കത് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ കാനറ ബാങ്കിൽ അവരുടെ ആസ്പയർ അക്കൗണ്ട് ഉണ്ട്. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാം. ഡെബിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സൗജന്യമാണ്. ഈ ഒരു കാനറ ബാങ്കിൻ്റെ ആസ്പയർ അക്കൗണ്ട് വേരിയന്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ 811 സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട്. പിന്നെ സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട്. സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക കാര്യങ്ങൾ നമുക്ക് സൗജന്യമാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ SIB യൂത്ത് പ്ലസ് അക്കൗണ്ട് വേരിയൻ്റ് ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ, ബെറ്റർ ഓപ്ഷൻസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. നിങ്ങളിൽ ആരെങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഈ ഒരു SIB യൂത്ത് പ്ലസ് എന്ന് പറയുന്ന അക്കൗണ്ട് വേരിയൻ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. പേഴ്സണലി ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു സേവിങ്സ് അക്കൗണ്ട് മുൻപ് ഉപയോഗിച്ചിരുന്നു. ഒരു 2-3 ഇയർ മുമ്പ് ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ചു. സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അനാവശ്യമായിട്ടുള്ള സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. അതിനെപ്പറ്റി എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ അന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളൊരു സൗത്ത് ഇന്ത്യൻ ബാങ്ക് കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. സോ വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. ആദ്യം എന്താണ് ഈ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ SIB യൂത്ത് പ്ലസ് അക്കൗണ്ട്? ഇത് യങ്സ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സേവിങ്സ് അക്കൗണ്ട് വേരിയൻ്റ് ആണ്. 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് അല്ല. മന്ത്ലി നമ്മൾ 5000 രൂപയാണ് ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എമൗണ്ടും വരുന്നുണ്ട്. 5000 രൂപയാണ് ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിട്ട് വരുന്നത്. ഈ ഒരു 5000 രൂപ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഈടാക്കും. 5000 രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. അതിൽ എത്ര രൂപ നമ്മൾ കീപ്പ് ചെയ്തു അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് പെനാൽറ്റി ചാർജ് വരുന്നത്. നമ്മൾ ഈ ഒരു അക്കൗണ്ട് വേരിയന്റിൽ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് 5000 രൂപയാണ്. നമ്മൾ 5000 രൂപയുടെ ഒരു അപ് ടു 20% മാത്രമാണ് കീപ്പ് ചെയ്തതെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് 300 രൂപ പ്ലസ് GST ആണ്. നമ്മൾ 20 മുതൽ 40% വരെ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 240 രൂപ പ്ലസ് GST പെനാൽറ്റി ചാർജ് ആയിട്ട് ഈടാക്കും. ഇനിയിപ്പോൾ 40% മുതൽ 60% വരെ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 180 രൂപ പ്ലസ് GSTയും, 60% മുതൽ 80% വരെ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 120 രൂപ പ്ലസ് GSTയും, ഇനിയിപ്പോൾ 80% മുകളിൽ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 60 രൂപ പ്ലസ് GSTയുമാണ് പെനാൽറ്റി ചാർജ് ആയിട്ട് ഈടാക്കുക. ഇനി ഒരു SIB യൂത്ത് പ്ലസ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് കുറച്ച് ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് നമുക്ക് ഇയർലി 10 ചെക്ക് ലീവ്സ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. ആ ഒരു 10 കഴിഞ്ഞ് നമുക്ക് കൂടുതൽ ചെക്ക് ലീവ്സ് വേണമെങ്കിൽ ചാർജബിൾ ആണ്. ഓരോ ലീഫിനും നമ്മൾ 3 രൂപ പ്ലസ് GST സർവീസ് ചാർജ് കൊടുക്കണം. പിന്നെ ഫ്രീ ഔട്ട്വേർഡ് NEFT RTGS ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് അപ് ടു 1 ലക്ഷം രൂപ വരെ, അല്ലെങ്കിൽ NEFT ആണെങ്കിൽ മാക്സിമം 5 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അത് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും. പിന്നെ മൊബൈൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ചാനൽസ് വഴിയുള്ള NEFT ട്രാൻസാക്ഷൻസ് സൗജന്യമാണ്. അതിന് റെസ്ട്രിക്ഷൻ വരുന്നില്ല. പിന്നെ ഇതിൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ വിസ, പ്ലാറ്റിനം, EVM, NFC ഡെബിറ്റ് കാർഡാണ്. ഇത് നമുക്ക് ഇഷ്വൻസ് ഫീസ് വരുന്നില്ല, സൗജന്യമാണ്. പക്ഷേ ആനുവൽ ചാർജ് വരുന്നുണ്ട്. 375 രൂപ പ്ലസ് GST ആണ് ആനുവൽ ചാർജ് ആയിട്ട് വർഷം ഈ ഒരു ഡെബിറ്റ് കാർഡിന് ഈടാക്കുക. ഡെബിറ്റ് കാർഡിന്റെ വിഡ്രോവൽ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 1 ലക്ഷം രൂപയാണ്. ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് 3.5 ലക്ഷം രൂപയാണ്. അങ്ങനെ മൊത്തം ഡെയിലി
ലിമിറ്റ് വരുന്നത് 4.5 ലക്ഷം രൂപയാണ്. പിന്നെ നമുക്കത് NFC സപ്പോർട്ടഡ് ആയിട്ടുള്ള കാർഡാണ്. സോ ടാപ്പ് ആൻഡ് പേ വഴി നമുക്ക് ഒരു ദിവസം 5 ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ട്രാൻസാക്ഷനിലും മാക്സിമം ലിമിറ്റ് വരുന്നത് 5000 രൂപയാണ്. പിന്നെ ഒരു അക്കൗണ്ടിൻ്റെ ഫീച്ചറായിട്ട് അവർ കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് സൗജന്യമല്ല. ഇൻഷുറൻസിന് നമ്മൾ വർഷം പ്രീമിയം കൊടുക്കണം. അതിൻ്റെ ആ ഒരു ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ SIB സുരക്ഷാ കവച് എന്ന് പറഞ്ഞൊരു പോളിസിയാണ്. നമുക്ക് 10 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഡെത്ത് കവറേജ് വരുന്നുണ്ട്. പിന്നെ ഒരു 1 ലക്ഷം രൂപയുടെ ഹോസ്പിറ്റലൈസേഷൻ കവറേജ് വരുന്നുണ്ട്. ഇതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പ്രീമിയം എന്ന് പറയുന്നത് 275 രൂപയാണ് വർഷം. നെക്സ്റ്റ് വരുന്ന മറ്റൊരു പോളിസി നിവ ബൂപ്പ ഇൻഷുറൻസ് ആണ്. നമുക്ക് 1 ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ആണ് വരുന്നത്. ഇതിനകത്ത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവറേജ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ്, പിന്നെ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് കവറേജ്, ആംബുലൻസ് സപ്പോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കവേർഡ് ആണ്. ഈ ഒരു പോളിസിക്ക് ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഇതിനായിട്ട് നമ്മൾ വർഷം കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 995 രൂപയാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന കവറേജ് എമൗണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ മാത്രമാണ്. പിന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവറേജ് മന്ത്ലി ബാലൻസ് 5000 രൂപയാണ്. അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഈടാക്കും. അത് ആദ്യം പറഞ്ഞു. അത് കൂടാതെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന പല ഫീച്ചേഴ്സും കട്ട് ഡൗൺ ചെയ്ത് നമുക്ക് കിട്ടുകയില്ല. ഉദാഹരണമായിട്ട് നമുക്ക് ഡിജിറ്റൽ ചാനൽസ് വഴിയുള്ള ഫ്രീ ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ SMS അലർട്ട്, പിന്നെ നമുക്ക് കിട്ടുന്ന ഇൻഷുറൻസ് ബെനിഫിറ്റ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കട്ട് ഡൗൺ ചെയ്യപ്പെടും. പിന്നെ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ, ക്രെഡിറ്റ് കാർഡിന് എലിജിബിൾ ആണെങ്കിൽ മാത്രമേ കിട്ടൂ. ഇപ്പോൾ പല ബാങ്കിലും നമ്മളെ കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. പക്ഷേ ആക്ച്വലി ഒരു കാര്യം ഓർക്കുക, അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് കൊണ്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല. നമ്മൾ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുകയുള്ളൂ. ഇവിടെയും സെയിം തന്നെയാണ്. എലിജിബിൾ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടും, അല്ലാതെ അക്കൗണ്ട് എടുത്തത് കൊണ്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടുകയില്ല. ഇനി ATM ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ATM ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും അൺലിമിറ്റഡ് നമുക്ക് ചെയ്യാം. അതർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ ഒരു മാസം നമുക്ക് 5 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും ഇൻക്ലൂഡഡ് ആണ്. അത് കഴിഞ്ഞാൽ ചാർജ് ഈടാകും. ഇനി ഓൾറെഡി നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. അത് ഈ ഒരു SIB യൂത്ത് പ്ലസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് വേരിയന്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് നമുക്ക് വെബ്സൈറ്റിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൾറെഡി നിലവിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് എലിജിബിൾ ആണെങ്കിൽ ഈ ഒരു SIB യൂത്ത് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി ഒരു SIB യൂത്ത് പ്ലസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ ഏജ് ഒന്നാമത്തേത് ആദ്യം പറഞ്ഞ രീതിയിൽ 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലായിരിക്കണം. പിന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ID പ്രൂഫ് ഉണ്ടായിരിക്കണം, ആധാർ ഉണ്ടായിരിക്കണം, പാൻ ഉണ്ടായിരിക്കണം. ഇനി എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം? നമുക്ക് 2 രീതിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം, ഓഫ്ലൈനായിട്ട് ഓപ്പൺ ചെയ്യാം. ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ ഫിസിക്കൽ ഫോം കിട്ടും. ഫോം ഫില്ല് ചെയ്ത് KYC ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് SIBയുടെ വീഡിയോ KYC പോർട്ടലുണ്ട്. പോർട്ടൽ വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പാനും ആധാറും ഉണ്ടായിരിക്കണം. KYC നമുക്ക് വീഡിയോ കോളിലൂടെ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എമൗണ്ട് ആയി 5000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇനി ഒരു അക്കൗണ്ട് വേരിയന്റുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു സർവീസ് ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഒരു വിഡ്രോവൽ സ്ലിപ്പിൻ്റെ ചാർജാണ്. 25 രൂപ പ്ലസ് GST ആണ് വിഡ്രോവൽ സ്ലിപ്പിന് ചാർജ് ഈടാക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക്. പിന്നെ SMS അലർട്ടിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്ന ആവറേജ് ക്വാർട്ടർലി ബാലൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളുടെ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് 25,000 രൂപയിൽ താഴെ, അതായത് ലാസ്റ്റ് 3 മന്തിൽ നമ്മൾ അക്കൗണ്ടിൽ കീപ്പ് ചെയ്ത ഒരു ആവറേജ് ബാലൻസ് എന്ന് പറയുന്നത് 25,000 രൂപയിൽ താഴെയാണെങ്കിൽ SMS അലർട്ടിന് ഓരോ SMS അലർട്ടിനും 1 രൂപ ചാർജ് ഈടാക്കും. മാക്സിമം 3 മാസത്തിൽ 100 രൂപ എന്ന രീതിയിലായിരിക്കും ചാർജ് ഈടാക്കുക. ഇനിയിപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ 25,000 രൂപയ്ക്ക് മുകളിൽ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SMS അലർട്ട് ചാർജായിട്ട് വരുന്നത് 1 രൂപ അലർട്ട് ചാർജ് വരും. അത് ക്വാർട്ടർലി മാക്സിമം ഈടാക്കുക 50 രൂപയായിരിക്കും. മറ്റു ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡിൻ്റെ പിന്നെ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ച് തരണമെന്നുണ്ടെങ്കിൽ 100 രൂപ പ്ലസ് GST ചാർജ് വരുന്നുണ്ട്. പിന്നെ ഫ്യൂൽ സർചാർജ് വരുന്നത് ഡിപ്പെൻസ് ആണ്, അക്വയറിംഗ് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ POS ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും 25 രൂപ പ്ലസ് GST ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജായിട്ട് ഈടാക്കും. പിന്നെ അതർ ബാങ്കിൻ്റെ ATMൽ നമുക്ക് ഒരു മാസം 5 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അത് കഴിഞ്ഞാൽ ക്യാഷ് വിഡ്രോവലിന് ഓരോ ട്രാൻസാക്ഷനും 23 രൂപ പ്ലസ് GSTയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 13 രൂപ പ്ലസ് GSTയും ഈടാക്കും. പിന്നെ ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് വരുന്നത് 3.5% പ്ലസ് GST ആണ്. ഇനി RTGS NEFT ട്രാൻസാക്ഷൻ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ RTGS വരുന്നത് നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെ, ബ്രാഞ്ച് വഴിയാണെങ്കിൽ 22 രൂപ പ്ലസ് GSTയും. ഇനിയിപ്പോൾ മൊബൈൽ ബാങ്കിങ് ആപ്പ് വഴിയാണെങ്കിൽ 12,000 രൂപ പ്ലസ് GSTയും ചാർജ് ഈടാക്കും. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള RTGS ട്രാൻസാക്ഷൻ ആണെങ്കിൽ ബ്രാഞ്ച് വഴി ഓരോ ട്രാൻസാക്ഷനും 45 രൂപ പ്ലസ് GSTയും, ആപ്പ് വഴിയാണെങ്കിൽ 25 രൂപ പ്ലസ് GSTയും ഈടാക്കും. NEFT ആണെങ്കിൽ
അപ് ടു 1,00,000 രൂപ വരെ 2 രൂപയാണ് ബ്രാഞ്ച് വഴി ഈടാക്കുക. മൊബൈൽ ബാങ്കിങ് ആപ്പ് വഴിയാണെങ്കിൽ ചാർജ് വരുന്നില്ല. NFT ട്രാൻസാക്ഷൻ സൗജന്യമാണ്. ഇനി NFT ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ ആപ്പ് വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയാണെങ്കിൽ സൗജന്യമാണ്. ബ്രാഞ്ച് വഴിയാണെങ്കിൽ അപ് ടു 10,000 രൂപ വരെ 2 രൂപ പ്ലസ് GST, 10,000 രൂപയ്ക്ക് മുകളിൽ 1,00,000 രൂപ വരെ 4 രൂപ പ്ലസ് GST, 1,00,000 രൂപയ്ക്ക് മുകളിൽ 2,00,000 രൂപ വരെ 14 രൂപ പ്ലസ് GST, 2,00,000 രൂപയ്ക്ക് മുകളിലുള്ള NFT ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ 22 രൂപ പ്ലസ് GST ഈടാക്കും. IMBSന്റെ ചാർജ് വരുന്നത് 1,000 രൂപയിൽ താഴെയുള്ള IMBS ട്രാൻസാക്ഷൻ ആണെങ്കിൽ ചാർജ് വരുന്നില്ല. 1,000 രൂപയ്ക്ക് മുകളിൽ 25,000 രൂപ വരെ 5 രൂപ പെർ ട്രാൻസാക്ഷനും, ഇനിയിപ്പോൾ 25,000 രൂപയ്ക്ക് മുകളിൽ 5,00,000 രൂപ വരെയുള്ള IMBS ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും 15 രൂപ പ്ലസ് GST ഈടാക്കും. സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ റിലേറ്റഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ സെറ്റിംഗ് അപ്പ് ചാർജ് 100 രൂപ പ്ലസ് GST ആണ്. പിന്നെ അമെൻമെൻറ്റ് ചാർജ് 100 രൂപ പ്ലസ് GST ആണ്. എക്സിക്യൂഷൻ ചാർജ് 10 രൂപയാണ്. പിന്നെ ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചാർജ്. ബ്രാഞ്ച് വഴി നമ്മൾ നടത്തുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ പ്രീവിയസ് മന്തിൽ എത്ര രൂപ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്തു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന മന്ത് അതുപോലെ തന്നെ തൊട്ടടുത്ത മാസവും നമുക്ക് 20,00,000 രൂപ വരെയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ സൗജന്യമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-ാമത്തെ മാസം തൊട്ട് പ്രീവിയസ് മന്തിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ആവറേജ് മന്ത്ലി ബാലൻസ് എത്രയാണോ അതിൻ്റെ 10 ഇരട്ടി വരെ നമുക്ക് സൗജന്യ ട്രാൻസാക്ഷൻ നടത്താം. മിനിമം ലിമിറ്റ് ക്യാപ്പ് വരുന്നത് 1,00,000 രൂപയാണ്. മാക്സിമം 20,00,000 രൂപ വരെ നമുക്ക് ഇങ്ങനെ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. സോ ഇതാണ് സൗജന്യ ബാങ്ക് ഓഫർ ചെയ്യുന്ന യങ്സ്റ്റേഴ്സിന് വേണ്ടി ഓഫർ ചെയ്യുന്ന SAB യൂത്ത് പ്ലസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് വേരിയന്റിന്റെ വിശദാംശങ്ങൾ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 5,000 രൂപ മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഇതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. പ്രത്യേകിച്ച് ഒരു ചാർജും വരുന്നില്ല. നമുക്ക് NFT, RTGS, IMBS ഉൾപ്പെടെ എല്ലാം നമുക്ക് സൗജന്യമാണ്. ഇവിടെ IMBS ഒക്കെ ചാർജബിൾ ആണ്, RTGS ഒക്കെ ആണെങ്കിൽ ലിമിറ്റഡ് ആണ്. പക്ഷേ സ്ലൈസ് ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് IMBS, RTGS, NFT ട്രാൻസാക്ഷനൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. ഡെബിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്താൽ മതി, വിർച്വൽ ഡെബിറ്റ് കാർഡ് കിട്ടും. ഡെബിറ്റ് കാർഡ് ഫിസിക്കൽ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്യൂർഡ് ഫീസ് മാത്രം കൊടുത്താൽ മതി, ആനുവൽ ചാർജ് വരുന്നില്ല. അങ്ങനെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പോരായ്മ നമുക്ക് ബ്രാഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ട് മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കൂ. ഇനിയിപ്പോൾ ബ്രാഞ്ച് വേണമെന്നുണ്ടെങ്കിൽ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ E11 നോക്കാം. പക്ഷേ ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷൻ ലിമിറ്റഡ് ആണ്. ഈ അക്കൗണ്ടുകളെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയാനായിട്ട് ആ പർട്ടിക്കുലർ അക്കൗണ്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത വീഡിയോകൾ കാണുക. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി